സമയക്ലിപ്തത പാലിച്ചില്ലെന്ന പേരിൽ ഭരണകക്ഷി അംഗങ്ങൾ തന്നെ നൽകിയ നോട്ടീസിനെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി നടക്കാതെ വന്നു. കുറവലങ്ങാട് പഞ്ചായത്തിലാണ് ഈ പ്രത്യേകതയുണ്ടായത്. രാവിലെ 10:30 പഞ്ചായത്ത് കമ്മിറ്റി ചേരുമെന്നാണ് അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ 11:15 കമ്മിറ്റി ആരംഭിച്ചില്ല. തുടർന്ന് അംഗങ്ങളുടെ നോട്ടീസ് പരിഗണിച്ച് കമ്മിറ്റി നടക്കാത്ത സാഹചര്യം ഉടലെടുക്കുകയായിരുന്നു. UDF അംഗങ്ങൾ പഞ്ചായത്തിലെത്തി മറ്റൊരു സ്ഥലത്ത് യോഗം ചേരുകയായിരുന്നുവെന്ന് LDF പഞ്ചായത്ത് അംഗങ്ങളായ സിബി സെബാസ്റ്റ്യൻ, സോഭ്യാമ പീറ്റർ, രമേശൻ എന്നിവർ നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ UDF അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിക്കുന്നതായി രേഖാമൂലം അധികൃതർക്ക് കത്ത് നൽകിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റാണ് UDF അംഗങ്ങൾ കത്ത് നൽകിയതെങ്കിൽ യഥാസമയം കമ്മിറ്റി ആരംഭിക്കുന്നില്ല എന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് LDF അംഗങ്ങൾ കത്ത് നൽകിയത്. പഞ്ചായത്ത് യോഗങ്ങൾ പഞ്ചായത്ത് രാജ് നിയമങ്ങൾക്ക് വിരുദ്ധമായി നടക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിന് മനഃപൂർവ്വം കാലതാമസം വരുത്തുകയാണെന്നും UDF അംഗങ്ങൾ പറയുന്നു. പ്രതിപക്ഷ അംഗമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് കമ്മിറ്റി ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചത്. 14 അംഗ പഞ്ചായത്ത് കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ വീതമാണ് ഇരു മുന്നണികൾക്കുമുള്ളത്. LDFിലെ 7 അംഗങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റും വിയോജിപ്പ് രേഖപ്പെടുത്തിയ 3 അംഗങ്ങളുമാണ് കമ്മിറ്റിക്ക് എത്തിയിരുന്നത്. പ്രതിപക്ഷ അംഗങ്ങളിൽ 5 പേരാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് നൽകിയത്. PC കുര്യൻ, വൈസ് പ്രസിഡന്റ് ലീലാമ്മ തോമസ്, ആൻസി ജോയി, സുജാസ് ബാബു, K ശ്രീനിവാസൻ, ഇമ്മാനുവൽ ജോർജ് എന്നിവർ ഒപ്പിട്ട കത്താണ് നൽകിയത്. ഭരണപക്ഷ അംഗമായ ജോജി സി ഇമ്മാനുവൽ ഇതിൽ ഒപ്പിടുകയോ വിയോജിപ്പ് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. കമ്മിറ്റി കൂടണമെന്ന നിലപാടാണ് തനിക്കുള്ളതെന്നാണ് ജോജി സി എബ്രാഹിം പറയുന്നത്. ഭരണപക്ഷ അംഗങ്ങളിൽപ്പെട്ട മിനിമത്തായി KK ശശികുമാറും കമ്മിറ്റിയിൽ അവധിയായിരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട്. കോറം തികയാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിട്ടത് എന്ന് പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കുന്നു.